ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനുഷ്യരക്ഷ സാധിക്കാൻ ദൈവം പ്രത്യേകമാംവിധം മനുഷ്യനെ തന്നെ തെരഞ്ഞെടുക്കുകയും അവനെ അതിനായി ഒരുക്കുകയും ചെയ്യുന്നു. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് നയിക്കപ്പെട്ട ശ്രേഷ്ഠ പുരോഹിതനാണല്ലോ സാമൂഹിക ഉപദേഷ്ടാവായ ധീര കർമ്മയോഗി ധന്യൻ ജോസഫ് പന്നിക്കാരനച്ചൻ. പ്രസംഗത്തിലൂടെയും തൻ്റെ സ്വതസിദ്ധമായ കർമ്മങ്ങളിലൂടെയും ദൈവരാജ്യത്തിന്റെ ദൈവഹിതാനുസരണത്തിന്റെ പ്രവാചകനായി തീർന്ന ധന്യൻ ജോസഫ് പന്നിക്കാരനച്ചന്റെ ഹൃദയമന്ത്രണമായിരുന്നു ദൈവമേ അവിടുത്തെ തിരുമനസ് നിറവേറട്ടെ എന്നത്. ദൈവവേലയ്ക്കായി ദൈവരാജ്യ വിസ്തൃതിക്കായി ഇറങ്ങി തിരിച്ച നമ്മുടെ ഓരോരുത്തരുടെയും ആധ്യാത്മികതയുടെ സാരാംശം ദൈവഹിതം നിറവേറ്റുന്നതിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് അച്ഛൻ കൂടെ കൂടെ നമ്മെ പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. എന്നിലും എന്നാലും എന്നിൽ നിന്നും എൻ്റെ ചുറ്റിലും എനിക്കുള്ള എല്ലാറ്റിലും അങ്ങേ അത്യുന്നതവും മഹത്വപൂർണവും സ്നേഹതവുമായ തിരുമനസ് നിറവേറട്ടെ എന്ന വചസ്സുകൾ സ്വജീവിതത്തിലൂടെ അച്ഛൻ പ്രാവർത്തികമാക്കി. പൗരോഹിത്യ ജീവിതത്തിലേക്ക് ദൈവം തന്നെ വിളിച്ചത് ദൈവ തിരുമനസ്സിന് കീഴ്പ്പെടാൻ വേണ്ടിയാണ് എന്ന ദൃഢമായ വിശ്വാസം ഉറപ്പ് അച്ഛനുണ്ടായിരുന്നു. ദിവ്യകാരുണ്യ സന്നിധിയിൽ നീണ്ട മണിക്കൂറുകൾ ചെലവഴിച്ച് ദൈവഹിതത്തിന്റെ പരിപൂർണത ദർശിക്കുവാൻ അച്ഛൻ കാണിച്ച ഉത്സാഹം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉദാത്തമായ ഒരു മാതൃകയും പ്രചോദനവുമാണ്. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും ഇത് ദൈവഹിതമാണോ അല്ലയോ എന്ന് അച്ഛൻ ഉറപ്പുവരുത്തിയിരുന്നു. കുഞ്ഞുനാളിലെ മാതാപിതാക്കളിലൂടെ ദൈവം പറയുന്നത് നിറവേറ്റാനും മുതിർന്നവരോട് അഭിപ്രായം ചോദിക്കാനും അച്ഛൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പാവങ്ങൾക്ക് വേണ്ടി ആതുര ശുശ്രൂഷ ആരംഭിച്ചപ്പോഴും വേണ്ടത്ര അംഗബലമോ പിൻബലമോ ഇല്ലാതെ ക്ലേശങ്ങളുടെ നാൾവഴികൾ പിന്നിട്ടപ്പോഴും താൻ സ്ഥാപിച്ച MSJ സന്യാസിനി സമൂഹത്തെ മറ്റൊരു സഭയുമായി ലയിപ്പിക്കാൻ ആലോചന വന്നപ്പോഴും ഹൃദയത്തിന്റെ നിശബ്ദതയിൽ ഈ അപ്പൻ മൊഴിഞ്ഞു, നമ്മുടെ ആഗ്രഹങ്ങളുടെ പരിധിയും പ്രവർത്തനങ്ങളുടെ ലക്ഷ്യവും ദൈവഹിതമായിരിക്കണമെന്ന്. എന്തിന് ഏറെ പറയുന്നു, തൻ്റെ 61ാമത്തെ വയസ്സിൽ മരണം വാതിൽപ്പടിയിലെത്തിയപ്പോഴും ഈ അപ്പൻ മൊഴിഞ്ഞു, കുഞ്ഞെ, ഇത് ദൈവ തിരുമനസ്സാണ്. ദൈവ തിരുമനസ്സിന് കീഴ്പ്പെടാനുള്ള ഹൃദയത്തിന്റെ എളിമ ധന്യൻ ജോസഫ് പന്നിക്കാരനച്ചന്റെ മുഖമുദ്രയായിരുന്നു. ധന്യൻ ജോസഫ് പന്നിക്കാരനച്ചൻ തന്റെ വിശുദ്ധ ജീവിതത്തിലൂടെ തിരുസഭയ്ക്ക് സമ്മാനിച്ചത് സുഹൃതങ്ങളുടെ സുഗന്ധമാണ് എന്ന് പറയുന്നതിൽ തെല്ലും സംശയമില്ല. അച്ഛന്റെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം. ഈ തിരുസഭയിൽ വിശുദ്ധിയുടെ സുഗന്ധം പരത്തുവാൻ ഈ ചെറു പുഷ്പത്തെയും യോഗ്യരാക്കണമേ എന്ന്.